നിങ്ങൾക്ക് അടിക്കടി വയറ് വീർക്കുന്നതായി അനുഭവപ്പെടുന്നുണ്ടോ? അതിനുവേണ്ടി നിങ്ങൾ ഗ്യാസിന്റെ മരുന്ന് കഴിക്കുകയാണോ ചെയ്യുന്നത്? എന്നാൽ ഗ്യാസിന്റെ ഗുളിക കഴിക്കുന്നതിന് മുൻപ് ഈ ഒരു 5 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് അടിക്കടി വയറ് വീർക്കുന്നുണ്ട്, ഗ്യാസിന്റെ ഗുളിക കഴിച്ചിട്ടും ശരിയാകുന്നില്ല, അല്ലെങ്കിൽ ഒരാഴ്ച മുതൽ 2 ആഴ്ച വരെ വയറ് വീർത്തിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതായിരിക്കില്ല കാരണം. ചിലപ്പോൾ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, അതായത് അടിക്കടി വയറിളകുക, അല്ലെങ്കിൽ വയറ് ഉറച്ചിരിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ തുടർന്ന് വരുന്ന മലബന്ധം കോൺസ്റ്റിപ്പേഷൻ, അതായിരിക്കാം ഒരു കാരണം. അല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഏതെങ്കിലും ഫുഡിനോടുള്ള അലർജി, പ്രത്യേകിച്ച് പാല് കഴിക്കുന്നവർക്ക് ലാക്ടോസ് ഇൻടോളറൻസ്, ഈ ഒരു അവസ്ഥ ഉള്ളവർക്കും ഇതുപോലെ തന്നെ വയറ് വീർത്തിരിക്കുന്നതായി കാണാം. ഇനി വയറ് വീർക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ശരീരം മെലിഞ്ഞു പോകുന്നു, അത് വേറൊരു അവസ്ഥയാണ്. ഇതിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഡയബറ്റീസിന്റെ തുടക്കമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ തൈറോയ്ഡ് പ്രവർത്തനത്തിൽ പ്രശ്നമുണ്ടായിരിക്കാം, പ്രത്യേകിച്ച് ഹൈപ്പർ തൈറോയിഡിസം, അല്ലെങ്കിൽ കുടലിന്റെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ആയിരിക്കാം. ഇനി മൂന്നാമത്തേത്, വയറ് വീർക്കുന്നതിനോട് കൂടെ തന്നെ തലവേദനയും ഛർദിയും. അത് ചിലപ്പോൾ വയറിന്റെയോ അല്ലെങ്കിൽ കോളൻ, അതായത് ഇൻറ്റസ്റ്റൈൻ ഭാഗങ്ങളുടെയോ ഇൻഫെക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കാം, നമ്മുടെ ഗോൾ ബ്ലാഡർ സ്റ്റോൺ അവിടെ ഇരുന്ന് എന്തെങ്കിലും രീതിയിലുള്ള ഇൻഫെക്ഷൻ ഉണ്ടാക്കിയതായിരിക്കാം, അല്ലെങ്കിൽ കിഡ്നി സ്റ്റോൺ പ്രശ്നം ഉണ്ടാക്കിയതായിരിക്കാം. അപ്പൊ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനിയുള്ളത്, വയറ് വീർക്കുന്നതിന്റെ കൂടെ തന്നെ അമിതമായിട്ടുള്ള ക്ഷീണവും പനിയും. അത് ചിലപ്പോൾ നമ്മുടെ ഈ മഴക്കാലത്ത് വരുന്ന വൈറൽ ഇൻഫെക്ഷൻ, അതായത് പനിയും അതേപോലെ തന്നെ വയറ് അപ്സെറ്റ് ആവുന്ന അവസ്ഥകൾ കണ്ടുവരുന്നുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഫുഡ് പോയ്സൺ ആയിരിക്കാം, ഏതെങ്കിലും ഭക്ഷണം നിങ്ങൾക്ക് കഴിച്ചത് പിടിക്കാതെ വന്നിട്ട് ഇങ്ങനെ സംഭവിക്കുന്നതായിരിക്കാം. ഇനി നമുക്ക് വയറ് വീർക്കുന്നതിനോടൊപ്പം തന്നെ മലത്തിൽ ചോര പോകുന്നു, ഇങ്ങനെ ഒരു അവസ്ഥ. അത് ചിലപ്പോൾ ബ്ലഡി ഡയറിയ, അതായത് വയറിളക്കത്തോടൊപ്പം ചോര പോകുന്നതായിരിക്കാം. ഡയറിയോ അല്ലെങ്കിൽ ഡിസെൻട്രി പോലുള്ള കണ്ടീഷൻസിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ചോര പോകാറുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ മലബന്ധം കൂടുതൽ നാൾ തുടർന്നു നിന്ന് അത് പൈൽസോ അല്ലെങ്കിൽ ഫിഷറോ ആയി മാറിയതായിരിക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിർബന്ധമായും ഈ വയറിൽ ഗ്യാസ് കയറുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ട് എന്താണ് ഇതിന്റെ ഡയഗ്നോസിസ് എന്ന് മനസ്സിലാക്കി തുടർന്ന് ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരമാകുന്നുവെങ്കിൽ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയ്ക്കായി കാത്തിരിക്കുക. താങ്ക്